ക്രിസ്തേശുവിൻ്റെ മഹനീയ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വന്ദനം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി തിരുവചനം പഠിപ്പാൻ തക്കവണ്ണം ഒരവസരം ദൈവം തന്നിരിക്കുകയാണ്. അത് യേശുവിൻ്റെ ഉപമകളെക്കുറിച്ച് നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നതുകൊണ്ടുള്ള പ്രയോജനത്തെക്കുറിച്ചാണ്. അത് പഠിക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, അവിടുത്തെ പൊന്നുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി തിരുവചനത്തിൽ നിന്ന് കർത്താവ് പഠിപ്പിച്ചതായ ഉപമകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് എപ്രകാരം നാം പ്രാർത്ഥിക്കണം, മുട്ടിപ്പായി പ്രാർത്ഥിക്കണം എന്നുള്ളതിനെക്കുറിച്ച് കർത്താവ് പഠിപ്പിച്ചത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിന് ഭാഗമായി തീരുന്നതൊക്കെ കർത്താവ് ഇടയാക്കണമേ. അവിടുത്തെ വരവിന് വേണ്ടി ഒരുങ്ങാൻ ഇടയാക്കണമേ. എല്ലാം യേശുവിൽ കൂടി താഴ്മയുടെ വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. അതായത് യേശു ക്രിസ്തു അനവധിയായ ഉപമകൾ തൻ്റെ ശിഷ്യന്മാരോടും അതുപോലെ അവിടെ കൂടിയിരുന്ന ജനത്തോടും പറയുന്നതായ കാര്യം നാം തിരുവചനം ധ്യാനിക്കുകയാണ്. ഇന്ന് ഒരു മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച്, അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ തുടക്കവും പ്രാർത്ഥന എപ്രകാരം പ്രാർത്ഥിക്കുന്നു, ഇപ്പോൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നതായ ഒരു കാര്യത്തെക്കുറിച്ച് കർത്താവ് പഠിപ്പിക്കുകയാണ്. അത് പഠിപ്പിക്കുന്നതായ ഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 8 വരെയുള്ളതായ ഭാഗങ്ങളാണ്. അത് ഞാൻ വായിക്കുകയാണ്. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു. ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്തതായ ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ അവൻ്റെ അടുക്കൽ ചെന്ന്, എൻ്റെ പ്രതിയോഗിയോട് എനിക്ക് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമെന്ന് പറഞ്ഞു. അവന് കുറേ കാലത്തേക്ക് മനസ്സിലായിരുന്നു. പിന്നെ അവൻ, എനിക്ക് ദൈവഭയവും മനുഷ്യനെ ശങ്കയും ഇല്ല എങ്കിലും വിധവ എന്നെ അസഹ്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും, അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എന്നെ മുഖത്തടിക്കും എന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു. അനീതിയുള്ള ആ ന്യായാധിപൻ പറയുന്നത് കേൾപ്പീൻ. രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നുവെന്ന്. മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ ഇവിടെ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന കാര്യത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞപ്പോൾ അവിടെ ഒരു അന്യായ, അല്ലെങ്കിൽ തൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ മടിയുള്ള ഒരു ന്യായാധിപനെയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ദൈവഭയവും മനുഷ്യനെ ശങ്കയും ഇല്ലാത്ത ഒരു ന്യായാധിപൻ. എന്നാൽ ദൈവത്തെ അതുപോലെ ചിത്രീകരിപ്പാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുകയില്ല. എങ്കിലും ഇത് പറയാനുള്ളത് കാരണം മറ്റൊന്നുമല്ല. അതായത് ഇങ്ങനെയുള്ള ഒരു വ്യക്തി പോലും ഒരു വിധവയുടെ കാര്യം, അല്ലെങ്കിൽ അവൾ അപേക്ഷിച്ചതായ കാര്യം ചെയ്തു കൊടുക്കുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ദൈവം ചെയ്യും എന്നുള്ളതിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ സ്ത്രീയെക്കുറിച്ച് പറഞ്ഞാൽ അവരുടെ ഭർത്താവ് മരിച്ചു, അതുപോലെ തന്നെ തനിക്ക് ഉണ്ടായിരുന്നതായ വസ്തുവകകൾ ആരോ അപഹരിച്ചു. അപ്പോൾ ഒന്നുമില്ലാത്ത കാരണം വിധവമാരെ, അല്ലെങ്കിൽ വിധവമാരെ ഒരു ഒന്നുമില്ലാതെ കരുതുന്ന ഒരു സമൂഹമാണ് നമ്മുടെ ഇടയിലുള്ളത് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നത് ഇന്നും അതുതന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടി ദൈവം വൻകാര്യങ്ങൾ ചെയ്യും. അതായത് പ്രത്യേകിച്ച് പറയുമ്പോൾ ദൈവത്തിൻ്റെ സഭ പലപ്പോഴും അന്വേഷിക്കാതെ, അല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കാതെ ഒരു വിധവയെ പോലെ ആയിത്തീരുന്ന സാഹചര്യത്തിലും ദൈവം കരുതുന്നതായ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഈ ഉപമയിലൂടെ കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്. കാരണം ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ സഭ തനിക്ക് ഏറ്റവും പ്രിയങ്കരനായ, അല്ലെങ്കിൽ പ്രിയമുള്ളതായ ഒരു സമൂഹമാണ്. അപ്പോൾ ആ സമൂഹത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവം എല്ലാ നടപടികളും ചെയ്യും. അതിലൊന്നായിരുന്നുവല്ലോ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. അത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ കൊടുക്കുക, അവർക്ക് വേണ്ട എല്ലാ സ്വർഗീയമായ അനുഗ്രഹങ്ങളും നൽകുവാൻ തക്കവണ്ണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ അതിനുവേണ്ടി നാം എന്ത് ചെയ്യണം? ദൈവത്തോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തണം. ഈ വിഷയത്തെക്കുറിച്ചൊക്കെ നാം പഠിക്കുകയുണ്ടായല്ലോ.
അതെ കണിശമായിട്ടും ആ ഒരു അനുഭവം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് തിരുവചനം അനുശാസിക്കുന്നുണ്ട്. സെഖര്യാ പ്രവചനത്തിൽ നാം വായിക്കുന്നത്, അതായത് യോശുവ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതൻ്റെ മുൻപിൽ നിൽക്കുകയായിരുന്നു. ഞാൻ വായിക്കുന്നത് സെഖര്യാ പ്രവചനം 3 മുതൽ 7 വരെയുള്ളതായ വാക്യങ്ങളാണ്. എന്നാൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതൻ്റെ മുൻപിൽ നിൽക്കുകയായിരുന്നു. അവൻ തൻ്റെ മുൻപിൽ നിൽക്കുന്നവരോട് മുഷിഞ്ഞ വസ്ത്രം അവങ്കൽ നീക്കിക്കളവെന്ന് പറഞ്ഞു. പിന്നെ അവനോട്, ഞാൻ നിൻ്റെ അകൃത്യവും നിന്നിൽ നിന്ന് പോക്കിയിരിക്കുന്നു, നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കും എന്നല്ല ചെയ്യുന്നു. അതായത് യഹോവയുടെ ദൂതൻ യോശുവയോട് സാക്ഷീകരിച്ചത് എന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ എൻ്റെ വഴികളിൽ നടക്കുകയും എൻ്റെ കാര്യം നോക്കുകയും ചെയ്താൽ നീ എൻ്റെ ആലയത്തെ പരിപാലിക്കുകയും എൻ്റെ പ്രാകാരങ്ങളെ സൂക്ഷിക്കുകയും ഞാൻ നിനക്ക് ഈ നിൽക്കുന്നവരുടെ ഇടയിൽ ആഗമനം അനുവദിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണ്. അതായത് പലപ്പോഴും പിശാചായവൻ നമ്മെ ഇല്ലായ്മയാക്കുവാൻ വേണ്ടി പല ഉപാധികൾ ചെയ്യാറുണ്ട്. അതിലൊന്നാണ് അതേ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു അവസ്ഥ. അപ്പോൾ ആ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച വ്യക്തിയെ അവങ്കിൽ നിന്ന് മുഷിഞ്ഞ വസ്ത്രം മാറ്റി നമുക്ക് നീതിയിൻ വസ്ത്രം തരുന്നതായ ഒരു സാഹചര്യമുണ്ട്. അതിനുവേണ്ടിയാണല്ലോ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. അപ്പോൾ അങ്ങനെ ദൈവ വഴികളിൽ നാം നടക്കുകയും അത് ദൈവത്തിൻ്റെ ആലയത്തെ പരിപാലിക്കുകയും അതുപോലെ അവൻ്റെ പ്രാകാരങ്ങളെ സൂക്ഷിക്കുകയും ചെയ്യുന്നവർക്ക് എന്താണ് ഒരു ആഗമനം, അതായത് ഒരു സ്വാഗതം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നാം എന്ത് ചെയ്യണം? നാം പ്രാർത്ഥനാശീലമുള്ളവരായിരിക്കണം. ആ പ്രാർത്ഥനാശീലത്തെക്കുറിച്ചാണ് ഈ അതായത് വിധവ മനഃപൂർവ്വമായിട്ട് ഈ അന്യായം ചെയ്യുന്നതായ ന്യായാധിപതിയെ ബുദ്ധിമുട്ടിച്ചത്. അതുകൊണ്ട് അവൾക്ക് വേണ്ട സഹായം ചെയ്യുവാൻ തക്കവണ്ണം അവൻ പ്രേരിതനായി. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് സ്വർഗസ്ഥനായ ദൈവം നമ്മുടെ കാര്യങ്ങളൊക്കെയും അനുനിമിഷവും ചെയ്തു തരും. എന്നാൽ അവൻ്റെ സന്നിധിയിൽ, ആ ദൈവസന്നിധിയിൽ നാം എന്ത് ചെയ്യണം? തന്നെത്താൻ താഴ്ത്തുകയും നാം മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ കൽപ്പനകൾ, ദൈവത്തിൻ്റെ സാക്ഷ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് തീരുകയും വേണം. കാരണം പിശാചായവൻ അവൻ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ചോരയാൽ കഴുകപ്പെട്ട ഒരു വ്യക്തിയായി നാം ജീവിക്കുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവമക്കളെ സ്നേഹിക്കുകയും അങ്ങനെ എല്ലാം കൊണ്ടും യേശുവിൻ്റെ സ്വഭാവമായിരിക്കുകയും ഉള്ളവരായിരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് നീതിയിൻ വസ്ത്രം ആര് തരും? യേശു ക്രിസ്തു തരും. അതുകൊണ്ടാണല്ലോ വെളിപാടുകാരനായ യോഹന്നാൻ പറഞ്ഞത്, നിനക്ക് ധരിക്കുവാൻ തക്കവണ്ണം ശുഭ്രവസ്ത്രം അത് കർത്താവാണ് നമുക്ക് തരുന്നത്. ആയതുകൊണ്ട് കർത്താവിൽ നിന്ന് ആ ശുഭ്രവസ്ത്രം പ്രാപിപ്പാൻ തക്കവണ്ണം ഉള്ള നിദാനങ്ങളെല്ലാം നമുക്ക് തിരുവചനത്തിലുണ്ട്. എന്നാൽ പലപ്പോഴും മനുഷ്യൻ എന്ത് ചെയ്യുന്നു? മനുഷ്യൻ തൻ്റെ വഴിയിൽ താൻ സ്വയമായിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരെ കരുതുകയോ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുകയോ ചെയ്യാതെ സ്വയമായിട്ട് എല്ലാം ശേഖരിച്ച് വെക്കുന്നതായ ഒരവസ്ഥയെക്കുറിച്ചും വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യാക്കോബ് അപ്പോസ്തലൻ പ്രകാരം എഴുതിയിരിക്കുകയാണ്. യാക്കോബിൻ്റെ പുസ്തകം 1 മുതൽ 6 വരെയുള്ളതായ ഭാഗത്ത് ഞാൻ പ്രകാരം വായിക്കുന്നു. അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞ് മുറയിടുവീൻ. നിങ്ങളുടെ ദാനം ദ്രവിച്ചും ഉടുപ്പ് പുഴുവരിച്ചും പോയി. നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ച് ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും. അത് തീ പോലെ നിങ്ങളുടെ ജഡത്തെ തിന്നുകളയും. അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിച്ചിരിക്കുന്നത് അത് നിലങ്ങളെ കൊയ്ത് വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചുവല്ലോ. അത് നിങ്ങളുടെ അടുക്കൽ നിന്ന് നിലവിളിക്കുന്നു. കൊയ്ത്തുകാരുടെ മുറവിളി സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ചെവിയിലെത്തിയിരിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ ആഡംബരത്തോടെ സുഖിച്ചു പുളച്ച് കുലദിവസത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ പോഷിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ നീതിമാനെ കുറ്റം വിധിച്ചു കൊന്നു, അവൻ നിങ്ങളോട് മറുത്തു നിൽക്കുന്നതുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തതായ വ്യക്തികൾക്ക് എന്താണ് സംഭവിക്കുന്നത്? അവർക്ക് ദൈവം യോഗ്യമായ ഫലം, നിത്യനരകം ആണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? നാം യോഗ്യമായ ഒരു ജീവിതം ചെയ്യണം. വെറും പ്രാർത്ഥിച്ചതുകൊണ്ടോ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു പറഞ്ഞതുകൊണ്ടോ ആയിട്ടില്ല. പിന്നെയോ നമ്മുടെ ജീവിത ശൈലികളെല്ലാം അതായത് ദൈവികമായ, അല്ലെങ്കിൽ ദൈവ രാജ്യത്തിന് യോഗ്യമായിട്ടുള്ളതായിരിക്കണം. അങ്ങനെയുള്ളവരുടേതായ പ്രാർത്ഥന ദൈവം കേൾക്കും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, കഷ്ടകാലത്തിനെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും
നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. അപ്പം ദൈവനാമ മഹത്വത്തിന് വേണ്ടി എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതം ഉണ്ടായിരിക്കണം. അതെ, ഞാൻ പാപിയാണ്, ഞാൻ പാപത്തിൻ്റെ അടിയിൽ കിടക്കുകയാണ്, എനിക്ക് ഒരു രക്ഷപ്പെടുവാനുള്ള യാതൊരു മാർഗവുമില്ല, അല്ലെങ്കിൽ അതെ ഞാൻ പിശാചെന്നല്ല, പാപത്തിന് അടിമപ്പെട്ടു പോയി, എനിക്ക് ഒരു രക്ഷയില്ല, അത് കരുതേണ്ട കാര്യമില്ല. അതെ, ദൈവം നമുക്ക് വെച്ചിരിക്കുന്നതായ ഈ നല്ല വഴികൾ പിൻപറ്റുവാൻ തക്കവണ്ണം നാം എന്ത് ചെയ്യണം? നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനാശീലത്തെക്കുറിച്ച് പറയുമ്പോൾ അതെ, ചിലപ്പോൾ ചിലർ പറയും ചില സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ദൈവം പ്രാർത്ഥന കേൾക്കുകയുള്ളൂ, അല്ലെങ്കിൽ നാം പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ പ്രാർത്ഥന കേൾക്കുകയുള്ളൂ എന്നുള്ളതായ പല കാര്യങ്ങളും പറയാറുണ്ട്. എന്നാൽ നമുക്കറിയാം, ദാനിയേൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. താൻ 3 നേരവും പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. ദാവീദിനെ കുറിച്ച് പറയുമ്പോൾ ദാവീദ് രാവിലെയും വൈകിട്ടും അല്ലെങ്കിൽ താൻ കിടക്കയിൽ കിടന്നുകൊണ്ടും പ്രാർത്ഥിച്ചതായിട്ട് പറയുന്നുണ്ട്. അതെ, യോന എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ ആ യോന ഒരു ദൈവത്തിൻ്റെ പ്രവാചകനായിരുന്നുവെങ്കിലും താൻ ദൈവം പറഞ്ഞ കാര്യം കേൾക്കാതെ നേരെ പോകേണ്ട പറഞ്ഞ സ്ഥലത്ത് പോകാതെ നേരെ എതിർവശത്തോട്ട് പോയി അവിടെ നിന്ന് യോനായെ കൊണ്ടുവരുന്നതായ സാഹചര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അതെ, താൻ കപ്പലിൽ യാത്ര ചെയ്യുന്ന കപ്പലിൽ നിന്നും കപ്പൽ യാത്രക്കാർ തന്നെ വെള്ളത്തിലിട്ടു, വെള്ളത്തിലൊരു തന്നെ ഒരു മത്സ്യം വിഴുങ്ങി ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നുകൊണ്ട് താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന ദൈവം കേൾക്കും. അതിന് യാതൊരു അതായത് ആ വാഗ്ദാനം നാം പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. കാരണം ഇവിടെ ഒരു ഉദ്ധരണി ഞാൻ വായിക്കുകയാണ്. ഹി ഇൻവൈറ്റ്സ് us to present to him our perplexities and necessities and our need of divine help. He bid us be instant in prayer. As soon as our difficulties arise, we are to offer him our sincere earnest petition. അപ്പോൾ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ നിരത്തി വയ്ക്കുക. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. അതാണല്ലോ ദൈവം പറയുന്നത്, കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ തക്കവണ്ണം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉപയോഗമായിരിക്കും. കാരണം ദൈവം നമ്മെ ഒരിക്കലും നിരാശരായി വിടുകയില്ല. Children of God are not left alone in defenseless. Prayer moves the arm of omnipotence. പ്രാർത്ഥനാശീലം നമുക്കുണ്ടായിരിക്കണം. അത് ദൈവകരങ്ങളെ, വലിയ വൻകരങ്ങളെ മാറ്റി നമുക്ക് വേണ്ട അനുഗ്രഹങ്ങളൊക്കെയും തരും. വീണ്ടും എബ്രായ ലേഖനത്തിൽ അതിനെപ്പറ്റി അനേക ഉദാഹരണങ്ങളുണ്ട്. എബ്രായ ലേഖനം 33-34 വാക്യം ഞാൻ വായിക്കുകയാണ്. ആ വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായ അടച്ചു, തീയുടെ ബലം കെടുത്തി, വാളിൻ്റെ വായ്ക്ക് തെറ്റി, ബലഹീനത ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു. അപ്പോൾ ഇതൊക്കെയും വിശ്വാസ വീരന്മാരുടെ വിശ്വാസ ജീവിതത്തിൽപ്പെട്ടതായ പട്ടികകളാണ്. ഇതൊക്കെയും വിവരിപ്പാൻ തക്കവണ്ണം ഞാനിപ്പോൾ സമയമെടുക്കുന്നില്ല, കാരണം ഇത് അനേക സമയമെടുക്കും. പക്ഷേ നിങ്ങൾ വായിച്ചു നോക്കുക, എന്തെല്ലാം തരത്തിൽ വിശ്വാസ വീരന്മാർ അവരുടെ വിശ്വാസ ജീവിതം നയിച്ചു. അതൊക്കെയും അവരുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഉറവിടം മറ്റൊന്നുമായിരുന്നില്ല, ദൈവമായിരുന്നു. യേശുക്രിസ്തു പറഞ്ഞതായ ഈ ഉപമകൾ നമുക്കൊക്കെയും വിശ്വാസ ജീവിതത്തിന് നിറവുള്ളവരാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, യേശുക്രിസ്തുവിൻ്റെ കാലത്ത് ഫിനീഷ്യയിലുള്ളതായ ഒരു സ്ത്രീ തന്നെ സഹായത്തിനായിട്ട് വന്നു. എന്നാൽ ദൈവം യേശുക്രിസ്തു അവളെ സഹായിപ്പാൻ തക്കവണ്ണം സന്നദ്ധനായിരുന്നുവെങ്കിലും തൻ്റെ ശിഷ്യന്മാർക്കൊരു പാഠം കൊടുക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് ഒരു നല്ല പാഠം കൊടുക്കുവാൻ വേണ്ടി അവൾക്ക് ആദ്യം തൻ്റെ ആവശ്യം നിരാകരിച്ചു. എന്നിരുന്നാൽ തന്നെയും അവൾ വീണ്ടും ആവശ്യപ്പെടുകയും, മേശപ്പുറത്ത് നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ കൊണ്ട് നായ്ക്കുട്ടികൾ ജീവിക്കുന്നു എന്നുള്ളതുവരെയും പറഞ്ഞ് അവളുടെ വിശ്വാസത്തെ ദൈവസന്നിധിയിൽ നിർത്തിവെച്ചു. ആയതുകൊണ്ട് അവളുടെ വിശ്വാസത്തെ കണ്ടുകൊണ്ട് യേശുക്രിസ്തു അവളുടെ കാര്യങ്ങൾ സാധിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ദൈവം നമുക്ക് ചെയ്യുവാൻ തക്കവണ്ണം, അതുപോലെ ഞാൻ പറഞ്ഞാൽ വിശ്വാസത്തിലുള്ള നിറവ് ഉണ്ടെങ്കിൽ ദൈവം നമുക്ക് സകല കാര്യങ്ങളും സാധിച്ചു തരും എന്ന് തിരുവചനം നമ്മോട് അനുശാസിക്കുന്നുണ്ട്. ഈ പാഠത്തിൽ നിന്ന് ശിഷ്യന്മാർ അതൊരു നല്ല പാഠം തന്നെ പഠിക്കുകയുണ്ടായി. കാരണം കണിശമായിട്ടും ഫിനീഷ്യക്കാരായ വ്യക്തികളെ മാനിക്കുന്ന ഒരു ഇടപാട് യഹൂദ സമുദായത്തിനില്ലായിരുന്നു. എന്നാൽ ഈ ഫിനീഷ്യക്കാരത്തിയായ സ്ത്രീക്ക് വേണ്ട കാര്യം ചെയ്തു കൊടുത്തുകൊണ്ട് ശിഷ്യന്മാർക്ക് ഒരു പാഠമായിരുന്നു.
കാരണം അതായത് മറ്റുള്ളവരെ തള്ളിക്കളയാതെ ദൈവം എല്ലാവർക്കും വേണ്ടി കരുതുന്ന ഒരു വ്യക്തിയാണ് എന്ന് അവിടെ നിന്ന് പഠിപ്പാൻ തക്കവണ്ണം അവർക്ക് സാധിച്ചു. ആയതുപോലെ തന്നെ തൻ്റെ അടുത്ത് വരുന്നവരെ ആരെയും താൻ തള്ളിക്കളയുകയില്ല എന്നുള്ള ഒരു കാര്യവും അത് നമുക്ക് പഠിക്കുവാൻ തക്കവണ്ണം സാധിക്കും. അതായത് ഈ ന്യായാധിപതിയുടെ അടുത്ത് നിന്ന് കാര്യം സാധിപ്പാൻ തക്കവണ്ണം ഈ സ്ത്രീ വളരെയധികം, അതായത് തന്നെ മുട്ടിപ്പായിട്ട് അതിനു വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടു. കാരണം ആ ഒരു അവളുടെ മനോഭാവം കൊടുത്തത് യേശുവായിരുന്നു, അല്ലെങ്കിൽ യേശുവിൻ്റെ ജീവിതം, അതായത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന അനുഭവമാണ്. ആയതുപോലെ അതായത് ഈ അന്യായം കാണിക്കുന്നതായ ന്യായാധിപതിയുടെ നിന്ന് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നന്മകൾ നമ്മുടെ സ്വർഗസ്ഥനായ ദൈവത്തിൽ നിന്ന് പ്രാപിപ്പാൻ തക്കവണ്ണം സാധിക്കും. നമുക്കറിയാം, പഴയ നിയമകാലത്ത് ഒരു സംഭവമുണ്ട്. അതായത് യാക്കോബ് തൻ്റെ മാതാപിതാക്കന്മാരിൽ നിന്ന് തൻ്റെ സഹോദരൻ്റെ അതായത് തന്നെ കൊല്ലുമെന്നുള്ളതായ വാർത്ത കേട്ടുകൊണ്ട് അവിടെ നിന്ന് താൻ മാതാവിൻ്റെ ദേശക്കാരുടെ അടുത്തേക്ക് പോകുന്നു. അവിടുത്തെ വാസമെല്ലാം കഴിഞ്ഞ്, അല്ലെങ്കിൽ ലാബാൻ എന്ന് പറയുന്നതായ തൻ്റെ അമ്മായിയപ്പൻ തന്നെ വളരെയധികമായി പീഡിപ്പിച്ചതായ സാഹചര്യത്തിൽ അവിടം വിട്ട് പോരുവാണ്ടൊക്കെ തീരുമാനിച്ചു. അങ്ങനെ അവർ തൻ്റെ കുഞ്ഞുങ്ങളും തൻ്റെ ഭാര്യമാരും കുഞ്ഞുങ്ങളും അതുപോലെ ആടുമാടുകളുമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്നതായ സാഹചര്യത്തിൽ അവർ യാബൂക്ക് എന്ന് പറയുന്നതായ ഒരു അരുവിയുടെ കരയിൽ വന്നു. അവിടെ വെച്ച് തൻ്റെ ഭാര്യമാരെയും അല്ലെങ്കിൽ തൻ്റെ ദാസന്മാരെയും എല്ലാം മുൻകൂട്ടി അയച്ച് താൻ ഏകനായി അവിടെ ഇരുന്നതായ സാഹചര്യത്തിൽ തൻ്റെ പഴയകാല ചരിത്രങ്ങൾ, തൻ്റെ പഴയകാല അനുഭവങ്ങളൊക്കെയും ഒന്നുകൂടി വിലയിരുത്തുവാൻ തക്കവണ്ണം യാക്കോബിന് സാധിച്ചു. അപ്പോൾ യാക്കോബ് തൻ്റെ സഹോദരൻ 400 പേരുമായിട്ട് തന്നെ കാണുവാൻ വരുന്നു എന്നുള്ള വാർത്തയും അറിഞ്ഞു. അപ്പോൾ താൻ ദൈവമായിട്ട് തൻ്റെ പാപങ്ങളൊക്കെയും ഏറ്റുപറഞ്ഞ് കാണുമെന്ന് ഞാൻ കരുതുകയാണ്. കാരണം അത്രമാത്രം സമയം താൻ ദൈവമായിട്ട് ചിലവഴിച്ചു. ആ സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ അവിടെ വന്നു. അവനെ തൊട്ടപ്പോൾ തൻ്റെ പ്രതികാരിയായ അല്ലെങ്കിൽ തൻ്റെ ശത്രുവായവൻ തന്നെ സമീപിച്ചു എന്നുള്ള ചിന്തയോടുകൂടി ആ ദൈവത്തിൻ്റെ ദൂതനുമായി മൽപ്പിടുത്തം ചെയ്യുന്നതിനെക്കുറിച്ചുള്ളതായ ചിത്രീകരണം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ചിത്രീകരണത്തിൽ നാം കാണുന്നത് എന്താണ്? അതായത് താൻ ഈ ദൂതനുമായിട്ട് മൽപ്പിടുത്തം ചെയ്തു, അവിടെ താൻ തോറ്റില്ല. ആ ഒരു പിടി താൻ പിടിച്ചുകൊണ്ടേയിരുന്നു അവനുമായിട്ട്. എത്രമാത്രം ദൈവത്തിൽ ആശ്രയം വെച്ച് വിശ്വാസത്തിൽ ജീവിച്ച ഒരു വ്യക്തി ആയിരുന്നിരിക്കണം. അല്ല എങ്കിൽ ദൂതനുമായിട്ട് മൽപ്പിടുത്തം ചെയ്ത് ജയിക്കുവാൻ തക്കവണ്ണം ആർക്കും സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ ദൂതന്മാർക്ക് ഉള്ളതായ ശക്തി എത്രമാത്രമെന്ന് ചിത്രീകരിക്കണമെന്നുണ്ടെങ്കിൽ നാം തിരുവചനം പരിശോധിക്കുക. കർത്താവായ യേശു ക്രിസ്തു മരിച്ചതായ നാഴികയിൽ തന്നെ അടക്കിയതായ ആ ഗുഹാമുഖത്ത് ഒരു വലിയ കല്ല് അനേകർ കൂടി പിടിച്ചു വെച്ചതാണ്. അത് നിഷ്പ്രയാസമായിട്ട് മാറ്റുവാൻ തക്കവണ്ണം ഒരു ദൂതന് സാധിച്ചു എന്ന് നാം കാണുന്നുണ്ട്. ആയതുപോലെ തന്നെ പഴയ നിയമകാലത്ത് അനേകരെ കൊല്ലുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങിപ്പുറപ്പെട്ടു, സംഹാരദൂതൻ ഇറങ്ങിപ്പുറപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാർക്ക് വലിയ ശക്തിയാണ്. എന്നാൽ ഇവിടെ പറയുന്നത് ദൈവത്തിൻ്റെ ദൂതനുമായിട്ട് മൽപിടുത്തം ചെയ്യുവാൻ തക്കവണ്ണം യാക്കോബിന് സാധിച്ചു. ആ ദൈവത്തിൻ്റെ ദൂതൻ മറ്റാരുമായിരുന്നില്ല, യേശു ക്രിസ്തുവായിരുന്നു എന്ന് അനേകർ പറയുന്നുണ്ട്. ഈ യേശു ക്രിസ്തു തന്നിലുള്ള വിശ്വാസത്താൽ മാത്രമാണ് യാക്കോബിന് അത് സാധിച്ചത്. അപ്പോൾ വിശ്വാസമുണ്ടെങ്കിൽ അനേക കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം സാധിക്കും. ആയതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം ഓർക്കേണ്ടതായ ഒരു കാര്യം, നമ്മുടെ വിശ്വാസത്തിൻ്റെ തോത് എന്താണ്? ദൈവവുമായിട്ട് ഈടാർന്ന ബന്ധമുണ്ടോ? നമ്മുടെ പ്രാർത്ഥനാശീലം എങ്ങനെയുള്ളതാണ്? ദൈവവുമായിട്ടുള്ള വലിയ ഈടാർന്ന പ്രാർത്ഥനയാണ്, അല്ലെങ്കിൽ എത്രമാത്രം ഒരു നിരങ്ങിയ അല്ലെങ്കിൽ വളരെ അടുത്ത ഒരു അനുഭവമാണോ നമുക്കുള്ളത് എന്ന് ചിന്തിക്കുക. കാരണം അപ്പോസ്തലനായ പൗലോസ് എബ്രായ ലേഖനത്തിൽ 10-ാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, 35 മുതൽ 30 വരെയുള്ളതായ വാക്യങ്ങൾ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സാക്ഷ്യം നിങ്ങൾക്ക് ആവശ്യം. ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. യേശുക്രിസ്തുവിൻ്റെ വരവ് വളരെ ആസന്നമായിരിക്കാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉള്ള കുറവുകൾ പരിഹരിച്ചുകൊണ്ട് വിശ്വാസത്തിൽ മുൻപോട്ട് പോകുവാൻ തക്കവണ്ണമാണ് ഈ തിരുവചന ഭാഗങ്ങൾ നമ്മോട് അനുശാസിക്കുന്നത്.
ആയതുകൊണ്ട് എന്താണ്, ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, അവൻ വരാൻ താമസിക്കയില്ല. അതേ പ്രവചന നിവൃത്തികൾ ഒന്നൊന്നായി നിറപടിയായിട്ട് നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ അത് വിശ്വസിച്ചുകൊണ്ട് വിശ്വസ്തരായി ജീവിപ്പാൻ തക്കവണ്ണമാണ് നാം ഓരോരുത്തരും ഒരുങ്ങേണ്ടത്. വീണ്ടും യാക്കോബ് അപ്പോസ്തലന് 5-ാമത്തെ അധ്യായത്തിൽ 7 മുതൽ 8 വരെയുള്ള 7-8 വാക്യങ്ങൾ ഞാൻ ഇപ്രകാരം വായിക്കുന്നു. അതായത് അവിടെ പറയുന്നത് മറ്റൊന്നുമല്ല, അതായത് എന്നാൽ സഹോദരന്മാരെ, കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ഇരിപ്പീൻ. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടെ ഇരിക്കുന്നുവല്ലോ. ദീർഘക്ഷമയോടെ ഇരിപ്പീൻ, നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ, കർത്താവിൻ്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ അതായത് കർത്താവായ യേശു ക്രിസ്തു അനേക ഉപമകൾ പറഞ്ഞപ്പോൾ കൃഷിക്കാരൻ്റെ കൃഷി നടത്തുന്നതിനെക്കുറിച്ചും വിത്തിനെക്കുറിച്ചും അല്ലെങ്കിൽ വിത്ത് വിതറുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയും പറയുകയുണ്ടായി. അപ്പോൾ അവിടെ ആവശ്യമായ ഒരു കാര്യം എന്താണ്? ദീർഘക്ഷമയാണ്. അതെ, കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടെ ഇരിക്കുന്നുവല്ലോ. അപ്പം നമുക്കറിയാം, കാലാവസ്ഥയ്ക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായെങ്കിൽ കൃഷിനാശമുണ്ടാകും. എന്നാൽ കൃഷിക്കാരൻ ആശ്വാസത്തോട് കാത്തിരിക്കുകയാണ്. ഇവിടെ കൃഷിക്കാരൻ എന്ന് പറയുമ്പോൾ ഓരോ ക്രിസ്തീയ വിശ്വാസിയുമാണ്. അവൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മുൻമഴയും പിന്മഴയും, അതായത് വർഷമുണ്ടാകുവാൻ തക്കവണ്ണം ദീർഘക്ഷമയോടെ കാത്തിരിക്കുക. ആ കാത്തിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുക. കാരണം ദൈവം നമുക്ക് ചെയ്യുവാനിരിക്കുന്ന കാര്യങ്ങളൊക്കെയും നിറപടിയായി ചെയ്യും. അതെ, നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ, കർത്താവിൻ്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്ന ഒരു ചാഞ്ചല്യ മനോഭാവമല്ല, പിന്നെയോ ദൈവത്തിൻ്റെ വചനം അങ്ങനെ തന്നെയോ എന്ന് പരിശോധിച്ചുകൊണ്ട് അതിൽ നാം നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിച്ചുകൊണ്ട് ആ വിശ്വാസ ജീവിതം നയിക്കുവാൻ തക്കവണ്ണമാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. അത് തിരുവചനം അതാണ് അനുശാസിക്കുന്നത്. ദീർഘക്ഷമയോട് ഇരിപ്പീൻ, നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ, കർത്താവിൻ്റെ പ്രത്യക്ഷത എന്ത് ചെയ്യുന്നു? സമീപിച്ചിരിക്കുകയാണ്. വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ആ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പഠനം കൊണ്ട് സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, പരിശുദ്ധ നാമത്തിന് വീണ്ടും നന്ദിയോടെ സ്തോത്രം. അടിയങ്ങൾക്കായി ഒരുതിരിക്കുന്ന ഈ വചനം വരുന്ന നന്ദിയോടെ സ്തോത്രം. അത് കർത്താവ് അനേക ഉപമകൾ പഠിപ്പിച്ചു. അത് ഞങ്ങൾക്ക് വിശ്വാസ ജീവിതത്തിന് അത് നിദാനമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. ഇതുവരെയും ദൈവം ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദിയോടെ സ്തോത്രം. സകല യേശുവിൽ കൂടി താഴ്മയുടെ വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി പറയുകയാണ്. അതെ, നിങ്ങൾ കണിശമായിട്ടും അനവധിയായ സംശയങ്ങളോ പ്രാർത്ഥനാ വിഷയങ്ങളോ നിങ്ങൾക്കുണ്ടെങ്കിൽ കണിശമായിട്ടും ഞങ്ങൾ കൊടുത്തിരിക്കുന്ന മേൽവിലാസത്തിൽ എഴുതുക. നിങ്ങളെ വേണ്ട എല്ലാ സഹായങ്ങളും പ്രാർത്ഥനയിൽ ഓർക്കുകയും ചെയ്യുവാൻ തക്കണം ഞങ്ങൾ ബാധ്യസ്ഥരാണ്.